തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകൻ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട പൊന്നുമോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ്. വലിയ 2 പദവികൾ ലഭിച്ച ഈ സ്വഹാബി ആരാണ്? അബുൽ ആസ് ബിൻ റബീഅ ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. ഖുറൈശി ഗോത്രത്തിൽ പ്രമുഖരായിരുന്ന റബീഉൽ അബ്ശമിയുടെ മകനായിരുന്നു അബുൽ ആസ് എന്നവർ. കുലീനതയും ശ്രദ്ധ ആരുടേതും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രത്യേകമായ നല്ല സ്വഭാവവും നല്ല വസ്ത്രരീതിയും അവരുടെ പ്രത്യേകതയായിരുന്നു. ധീരതയും തന്റേടവും ഈ ചെറുപ്പക്കാരനിൽ പ്രകടമായിരുന്നു. അറബികൾ അവരുടെ പ്രത്യേകതയായി കണ്ടിരുന്ന പല ക്വാളിറ്റികളും സംഗമിച്ച ഒരു നല്ല അശ്വഭടൻ പടയാളി കൂടെയായിരുന്നു ഇവർ. ധീരതയുടെ പേരിൽ പ്രസിദ്ധമായ ചരിത്രമാണ് പിതാക്കന്മാരുടേതെല്ലാം. ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ധീരനും നല്ല സ്വഭാവത്തിനുടമയുമായ നല്ല ഒരു ബുദ്ധിയുള്ള ചെറുപ്പക്കാരൻ കൂടെയായി അബുൽ ആസ് വളർന്നു വരികയാണ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും 2 വ്യത്യസ്തമായ കച്ചവട യാത്രകളിലൂടെ ധനം സമ്പാദിക്കുന്ന ആ ഒരു സംവിധാനം പരമ്പരാഗതമായി ഇവർക്കും ലഭിച്ചിരുന്നു. അബുൽ ആസും കച്ചവടത്തിൽ വളരെയധികം സമയം ചെലവഴിക്കുകയും ധാരാളം സമ്പത്ത് അതുവഴി നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. മക്കക്കും ഷാമിനും മദീനക്കുമൊക്കെ ഇടയിൽ അബുൽ ആസിന്റെ ധാരാളം കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. 100ഓളം ഒട്ടകങ്ങളും 200ഓളം ആളുകളും ഓരോ സംഘത്തിലും ഉണ്ടായിരുന്നു. അബുൽ ആസിന്റെ സത്യസന്ധതയും നീതിയിൽ അധിഷ്ഠിതമായ രീതികളുമെല്ലാം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എല്ലാവരും അബുൽ ആസിനെ തന്നെ തങ്ങളുടെ ചരക്കുകൾ വിൽക്കാനും എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അബുൽ ആസിൽ നിന്ന് തന്നെ വാങ്ങുവാനും പ്രത്യേകം എല്ലാവരും താല്പര്യം കാണിച്ചിരുന്നു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകൻ കൂടെയാണിവർ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വരുമ്പോൾ സ്വന്തം മകനെ ചേർത്ത് പിടിക്കുന്നത് പോലെ സ്നേഹാദരങ്ങളോടെ പ്രത്യേകമായി പരിഗണിച്ച് സ്നേഹം ചൊരിയുമായിരുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ പുണ്യ റസൂലിനും അബുൽ ആസിനോട് പ്രത്യേകമായ സ്നേഹമായിരുന്നു. വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ പുണ്യനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പൊന്നുമോൾ സൈനബ് വിവാഹപ്രായമെത്തുകയായി. മനോഹരമായി വിടർന്നു നിൽക്കുന്ന ഒരു പനിനീർപ്പൂ പോലെ, റോസാദളം പോലെ നല്ല സൗന്ദര്യത്തിനുടമയായി ആ പൊന്നുമോൾ വളർന്നു വന്നു. നല്ല സ്വഭാവവും ഔന്നത്യവും സാംസ്കാരിക ബോധവും എല്ലാം കൊണ്ട് അനുഗ്രഹീതമായ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ മക്കയിലെ പ്രമാണിമാരുടെ മക്കൾ പലപ്പോഴും ആഗ്രഹവുമായി കടന്നു വന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലോകത്തിൻ്റെ നേതാവിൻ്റെ സ്വഭാവം കണ്ട് അവിടുത്തെ മകളായി ജനിച്ച് അവിടുത്തെ മടിത്തട്ടിൽ ഇരുന്ന് വളരാൻ ഭാഗ്യം ലഭിച്ച പൊന്നോമന മകൾ സൈനബ് റളിയല്ലാഹു അൻഹ. അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് ധാരാളം ആളുകൾ ഇങ്ങനെ വന്നുവെങ്കിലും മക്കയിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായ, യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരു ഫിഗറായി, ഒരു ഐക്കണായി മാറിക്കഴിഞ്ഞ തൻ്റെ ഇടവും ധീരതയും സത്യസന്ധതയും നീതിയും വലിയ കച്ചവട സാമർഥ്യവും എല്ലാം സമ്മേളിച്ച ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകൾ കൂടെയായ, അതായത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മാന്റെ സഹോദരിയുടെ മകൻ കൂടെയായ അബുൽ ആസ് അവിവാഹിതനായി അവിടെ ഉണ്ടായിരിക്കെ മറ്റൊരാൾ സൈനബിനെ വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. ഉമ്മയുടെ സഹോദരിയുടെ മകൻ അബുൽ ആസ് സൈനബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് 2 പേരും വളരെയധികം സന്തോഷത്തോടുകൂടെ 2 പേർക്കും പരസ്പരം വലിയ കാര്യമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ജീവിതം ആനന്ദത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവ്യ വെളിപാട് വഹയിറങ്ങുന്നത്. പ്രവാചകരാണ്, പ്രഖ്യാപിക്കണം എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു നിർദ്ദേശം പരിഗണിച്ച് മക്കയിലും പരിസരങ്ങളിലും ഏറ്റവും അടുത്ത കുടുംബങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രവാചകത്വത്തിൻ്റെ പ്രഖ്യാപനവും പ്രചരണവും നടന്നുകൊണ്ടിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലം. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ തന്നെയായിരുന്നു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കളായ സൈനബും റുഖയ്യയും ഉമ്മു കുൽസൂമും പൊന്നുമോള് ചെറിയ കുട്ടിയായിരുന്നുവെങ്കിലും ഫാത്തിമത്തു സഹ്റയും റളിയല്ലാഹു അൻഹും ആ വിശുദ്ധമായ ദീനിലേക്ക് ഉപ്പാനെ അംഗീകരിച്ച് ദീനിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരികയായിരുന്നു.
ഇത്രയൊക്കെ ആയിട്ടും പക്ഷേ സൈനബ് റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബുൽ ആസ് ഈ ദീനിലേക്ക് വരാൻ സമ്മതിച്ചില്ല. അവരവിശ്വാസിയായി തന്നെ തുടർന്നു. തൻ്റെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും എല്ലാം കാണിച്ചു തന്ന ആ ദൈവങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പുതിയ ഒരു മതത്തിൽ ചേരാൻ അവർക്ക് സാധിച്ചില്ല. അവർക്കതിന് തോന്നിയില്ല. മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും സൈനബ് റളിയല്ലാഹു അൻഹയോട്, പ്രിയപ്പെട്ട ഭാര്യയോട് വലിയ സ്നേഹമായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഒരിക്കലും ഒരു കുറവും വരുത്തിയില്ല അബുൽ ആസ് എന്നവർ. പിന്നീട് അങ്ങോട്ട് രംഗം വഷളാവുകയാണ്. ഖുറൈശികൾക്കിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത എതിർപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചില ആളുകൾ ആ പ്രവാചകത്വം വാദിക്കുന്ന മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കല്യാണം കഴിച്ച് അവരുടെ ഭാരം ലഘൂകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് മുഹമ്മദിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ട ചിലരൊക്കെ പറഞ്ഞു, അതൊരു ഗംഭീര ആശയം തന്നെയാണ്. കല്യാണം കഴിച്ചയക്കപ്പെട്ട 3 പെൺകുട്ടികളും തിരിച്ച് വീട്ടിലേക്ക് ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഏതൊരു പിതാവിനും സങ്കടമുണ്ടാകും. ഖുറൈശികളിലെ ചില പ്രമുഖരായ ആളുകൾ അബുൽ ആസിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി ഉപേക്ഷിക്കണം. ഖുറൈശി കുടുംബത്തിലെ ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും നിനക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരാം. അത് കേട്ട് അബുൽ ആസ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കില്ല. അത്രമാത്രം എൻ്റെ ഭാര്യയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്തെ മറ്റൊരു സ്ത്രീയെയും എൻ്റെ സൈനബിന് പകരമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ റുഖിയയുടെയും ഉമ്മു കുൽസൂമിൻ്റെയും അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. അവരുടെ ഭർത്താക്കന്മാർ അവരെ വീട്ടിൽ കൊണ്ടാക്കി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്താമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ഹബീബ് അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടില്ല. മാത്രവുമല്ല, അവിശ്വാസിയായ അബുൽ ആസിൻ്റെ ഭാര്യയായി സൈനബ് തുടരുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവരും സൈനബിനെയും വീട്ടിൽ കൊണ്ടാക്കിയെങ്കിൽ എന്ന് ഹബീബ് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. പ്രയാസകരമായ പല ഘട്ടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് അവസാനം മദീനയിലേക്ക് പലായനം ചെയ്തു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയുടെ 2-ാം വർഷം ബദർ യുദ്ധം നടക്കുകയാണ്. ആ ബദർ യുദ്ധത്തിന് സജ്ജമായി സമഗ്രമായ എല്ലാ തയ്യാറെടുപ്പുകളും നടന്ന് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കൂട്ടി പുറപ്പെട്ട ആ സംഘത്തിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട സംഘത്തിൽ ഖുറൈശി കുടുംബത്തിൻ്റെ സമ്മർദ്ദം മൂലം അബുൽ ആസിനും പങ്കെടുക്കേണ്ടി വന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബിൻ്റെ ഉപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ, ഭാര്യാപിതാവിനെതിരെ, പ്രവാചകർ മുഹമ്മദ് നബിക്കെതിരെ യുദ്ധം ചെയ്യാൻ അബുൽ ആസ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. യുദ്ധം ചെയ്താൽ കിട്ടുമായിരുന്ന സമ്പത്ത് വാരിയെടുക്കുവാനും അവർ ആഗ്രഹിച്ചില്ല. പക്ഷേ ഖുറൈശി കുടുംബങ്ങളിൽ ആ നാട്ടിലുണ്ടായിരുന്ന വലിയ സ്ഥാനം കാരണം നിർബന്ധിതനായി അവർ പങ്കെടുക്കുകയായിരുന്നു. എന്നാൽ ബദർ കളം ശത്രുക്കൾക്ക് ഒരുക്കി വെച്ചത് ഒരിക്കലും മറക്കാനാവാത്ത അതിമാരകമായ അനുഭവങ്ങളായിരുന്നു. പ്രമുഖരായ ശത്രുക്കളെല്ലാം കൊല്ലപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അത്ര വലിയ വിജയമാണ് മുസ്ലിമികൾ ശത്രുക്കൾക്കെതിരെ ബദറിൽ നേടിയത്. ശത്രുപട ഛിന്ന ഭിന്നമായി ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സീറോയിലേക്ക് തരം താഴ്ത്തപ്പെടുന്ന ഒരവസ്ഥയിലാണ് യുദ്ധക്കളത്തിൽ നിന്ന് അവർക്ക് മടങ്ങേണ്ടി വന്നത്. ധാരാളം ശത്രുക്കൾ കൊല്ലപ്പെട്ടു. കുറേ ആളുകളെ തടവുകാരായി പിടികൂടപ്പെട്ടു. ആ തടവുകാരായി പിടികൂടപ്പെട്ടവരിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സൈനബിൻ്റെ ഭർത്താവ് അബുൽ ആസും ഉണ്ടായിരുന്നു. പിടികൂടിയ ബന്ദികളെല്ലാം മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുക എന്ന നിലപാടായിരുന്നു പുണ്യ റസൂലിന്. ഓരോരുത്തരുടെയും കുടുംബത്തിലെ ദർജയും സ്ഥാനമാനങ്ങളും പരിഗണിച്ചുകൊണ്ട് 1000 മുതൽ 4000 വരെ ദിർഹമാണ് മോചനദ്രവ്യമായി വാങ്ങിയത്. അവരെ ആരും തിരുനബിയും സ്വഹാബത്തും ഉപദ്രവിച്ചില്ല. അവർക്ക് ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. മോചനദ്രവ്യം വാങ്ങി ആ കാലത്ത് ഏറ്റവും നല്ല യുദ്ധനീതിയിൽ അധിഷ്ഠിതമായി അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. ബന്ദികളായി പിടികൂടപ്പെട്ട ഖുറൈശികളെ മോചനത്തിന് വേണ്ടി മക്കയിൽ നിന്ന് ധാരാളം ആളുകൾ ദൂതന്മാരെ പണവും സൗകര്യങ്ങളുമായി യാത്ര അയച്ചുകൊണ്ടേയിരുന്നു. പലരും മോചിതരായി മക്കത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ഭർത്താവായ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി പുണ്യ റസൂലിൻ്റെ പുന്നാര മകൾ സൈനബ് റളിയല്ലാഹു അൻഹ ഒരു മോചനദ്രവ്യം എന്ന രീതിയിൽ നല്ലൊരു മാല കൊടുത്തയച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ലഭിക്കുകയാണ്. ആ മാല കണ്ടതും ഹബീബിൻ്റെ മുഖം മാറാൻ തുടങ്ങി. പ്രിയപ്പെട്ട പത്നി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ
സൈനബ് റളിയല്ലാഹു അൻഹയുടെ പുന്നാര മകളുടെ കല്യാണത്തിന് സമ്മാനിച്ച മാലയാണ് ഭർത്താവിൻ്റെ മോചനദ്രവ്യമായി പ്രിയപ്പെട്ടവർ സൈനബ് മകള് കൊടുത്തയച്ചിരിക്കുന്നത്. അവിടുത്തെ മുഖം വിവർണമായി, അവിടുത്തെ മുഖത്ത് പ്രകടമായ ഭാവമാറ്റങ്ങളുണ്ടായി. ഉടനെ അവർ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അബുൽ ആസിനെ നിങ്ങൾ മോചിപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാല അവരുടെ കൂടെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ഖദീജ കല്യാണ സമ്മാനമായി എൻ്റെ മകൾക്ക് കൊടുത്ത മാലയാണിത്. സ്വഹാബത്ത് പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യും. അങ്ങയുടെ മുഖത്തേക്ക് സന്തോഷം വർദ്ധിക്കുവാൻ, സന്തോഷം വരാൻ അത് കാരണമായെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ തിരിച്ച് അത് കൊടുത്ത് അബുൽ ആസിനെ മക്കത്തേക്ക് യാത്ര അയക്കുകയാണ്. യാത്ര അയക്കുന്ന സമയത്ത് അബുൽ ആസിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപാധി പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മകൾ സൈനബിനെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് എത്തിക്കണം. താങ്കൾ അവിശ്വാസിയായി തുടരുന്ന കാലത്തോളം താങ്കളുടെ കൂടെ എൻ്റെ മകളെ പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് സമ്മതിച്ചാണ് അബുൽ ആസ് ഹബീബിൻ്റെ അടുത്ത് നിന്ന് മക്കയിലേക്ക് യാത്രയായത്. തടവിൽ നിന്ന് മോചിതനായി മക്കയിൽ എത്തേണ്ട താമസം പ്രിയപ്പെട്ട പായ സൈനബ് റളിയല്ലാഹു അൻഹയോട് മദീനയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളാൻ നിർദ്ദേശം കൊടുത്തു അബുൽ ആസ്. ആവശ്യമായ സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു ഭർത്താവ്. മക്കയുടെ വെളിയിൽ കാത്തിരിക്കുന്ന ഹബീബിൻ്റെ അനുയായികളുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അംർ ഇബ്നു റബീഅ എന്ന സഹോദരനെ അവർ ഏർപ്പാടാക്കുകയും ചെയ്തു. യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളും വാഹനങ്ങളും എല്ലാം അവർ തന്നെ നേരിട്ട് ഇടപെട്ട് സജ്ജമാക്കുകയായിരുന്നു. അമ്പും വില്ലും തയ്യാറാക്കി അത് സഞ്ചിയിൽ സജ്ജീകരിച്ച് പരസ്യമായി എല്ലാ ശത്രുക്കളും കാണുന്ന രീതിയിൽ ഒരു പകൽ സമയത്ത് ഒട്ടകത്തിൻ്റെ മുകളിൽ പല്ലക്കുണ്ടാക്കി ആ പല്ലക്കിൽ സുരക്ഷിതയായി സഹോദരൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹയെ ഇരുത്തി ആ യാത്ര അംർ ഇബ്നു റബീഅ ആരംഭിച്ചു. പകൽ സമയത്ത് തന്നെ പ്രവാചകരുടെ മകൾ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് പോകുന്നത് സഹിക്കാൻ ശത്രുക്കൾക്ക് ആയില്ല. അവർ അംർ ഇബ്നു റബീഅനെ തടഞ്ഞു. പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ അവർ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും ചെയ്തു. അംർ ഇബ്നു റബീഅനെയും അവർ തടസ്സപ്പെടുത്തുവാനും ഭീഷണിപ്പെടുത്തുവാനും ആരംഭിച്ചപ്പോൾ അംർ ഇബ്നു റബീഅ പറഞ്ഞു, സത്യമാണ്, ഞാൻ എൻ്റെ അമ്പെടുത്ത് എന്നെ ആര് എതിർക്കാൻ വന്നാലും ഞാൻ അയാൾ അമ്പെയ്ത് കൊല്ലുക തന്നെ ചെയ്യും. അമ്പെയ്ത്തിൽ ഒരിക്കലും ഉന്നം തെറ്റാത്ത പ്രത്യേകമായ വൈദഗ്ധ്യമുണ്ടായിരുന്നു അംർ ഇബ്നു റബീഅന്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, സഹോദര, അമ്പും വില്ലുമൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കൂ, നമുക്കൊന്ന് സംസാരിക്കാം. അങ്ങനെ ഒരു സംസാരത്തിന് അംർ ഇബ്നു റബീഅ തയ്യാറായി. നീ വലിയ പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാതിരുന്നത് നന്നായി. ബദറിലേറ്റ അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിലാണ് ഞങ്ങളെല്ലാവരും കഴിയുന്നത്. അങ്ങനെയിരിക്കെ പരസ്യമായി നമ്മളെല്ലാവരെയും അപമാനിച്ച, തോൽപ്പിച്ച മുഹമ്മദിൻ്റെ മകൾ സൈനബിനെ ഇങ്ങനെ പരസ്യമായി നീ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളൊക്കെ കഴിവുകെട്ടവരാണ് എന്ന് നമ്മുടെ ഗോത്രത്തിലുള്ള ആളുകൾ വിചാരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ യാത്ര പോകരുത്. ഇപ്പോൾ തിരിച്ച് സൈനബിനെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിങ്ങൾ കൊണ്ടാക്കണം. മറ്റൊരു സമയത്ത് ആരും കാണാതെ രാത്രി സമയത്ത് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രവാചകത്വം വാദിക്കുന്ന ആളുടെ മകളെ തടഞ്ഞ് തിരിച്ചയച്ചു എന്നൊരു പേര് ഞങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കാണെങ്കിൽ പിന്നീട് അവരെ സുരക്ഷിതയായ യാത്ര നടത്തി അവിടെ എത്തിക്കുകയും ചെയ്യാം. അവരെ തടഞ്ഞു വെക്കണമെന്ന ആഗ്രഹം ഒരിക്കലും ഞങ്ങൾക്കില്ല. ഇത്രയും കേട്ടപ്പോൾ അംർ ഇബ്നു റബീഅന് തോന്നി ഇതൊരു മാന്യമായ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ പരിഗണിച്ച് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയെ കൊണ്ടാക്കുകയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു രാത്രി സമയത്ത് മക്കത്ത് പുറത്ത് കാത്തിരുന്ന ഹബീബിൻ്റെ അനുയായികളിലേക്ക് സുരക്ഷിതമായി സൈനബ് റളിയല്ലാഹു അൻഹയെ കൈമാറുകയും ചെയ്തു അംർ ഇബ്നു റബീഅ. ഭാര്യയെ പിരിയേണ്ടി വന്ന അബുൽ ആസ് കുറച്ചു കാലം കൂടെ മക്കയിൽ തങ്ങി. മക്കം ഫതഹിൻ്റെ തൊട്ട് മുമ്പ് ഷാമിലേക്കുള്ള ഒരു യാത്ര നടത്തുകയാണ് അബുൽ ആസ്. തൻ്റെ വലിയ കച്ചവട സംഘത്തോടൊപ്പം 100ഓളം ഒട്ടകങ്ങളും 170ഓളം മനുഷ്യന്മാരും ധാരാളം ചരക്കുകളുമായി ഷാമിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരികയാണ്. യാത്രാമധ്യേ മദീനത്തോടടുത്തപ്പോൾ മദീനയിലെ ഒരു സംഘം പട്ടാളക്കാർ ഇവരുടെ സംഘത്തെ ആക്രമിക്കുകയും നേരത്തെ മുസ്ലിം സംഘത്തെ ആക്രമിച്ചതിന് പകരം എന്ന രീതിയിൽ ഇവരെ ആക്രമിക്കുകയും സമ്പത്തും മറ്റെല്ലാം പിടികൂടുകയും കുറേ ആളുകളെയും പിടികൂടുകയും ചെയ്തു. അബുൽ ആസിനെ പിടികൂടാൻ ആ പട്ടാളക്കാർക്ക് സാധിച്ചില്ല.
അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നേരം ഇരുട്ടിയതോടെ മദീനയിലെ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട അബുൽ ആസ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ പ്രവാചകപുത്രി സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പതുക്കെ എത്തി. തനിക്ക് അഭയം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സൈനബ് എന്നവർ അവർക്ക് അഭയം നൽകുകയാണ്. അവരെ അവിടെ താമസിപ്പിച്ചു. പിറ്റേന്ന് സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയുടെ ഭാഗത്തേക്ക് വന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറഞ്ഞു: അബുൽ ആസിന് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്. ഞാൻ പ്രവാചകപുത്രിയായ സൈനബാണ്. ഞാൻ അബുൽ ആസിന് അഭയം നൽകിയിട്ടുണ്ട്. അവരെ ആരും ഒന്നും ചെയ്യരുത്. ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു: തീർച്ചയായിട്ടും അബുൽ ആസ് എല്ലാവരിൽ നിന്നും സുരക്ഷിതനായിരിക്കും. തുടർന്ന് വീട്ടിലേക്ക് ചെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് പ്രകാരം പറഞ്ഞു: ഭർത്താവിന് എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്ത് ആതിഥ്യമരുളുക. പക്ഷേ മകളെ, നിന്നെ അനുഭവിക്കുന്നത് അവർക്ക് ഹലാലല്ല എന്ന കാര്യം നീ പ്രത്യേകം ഓർമ്മിക്കുക. പക്ഷേ മകളെ, നീ അവർക്ക് അനുവദനീയമല്ലെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു റെസ്പെക്റ്റ്ഫുൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുക എന്നർത്ഥം. അബുൽ ആസിന്റെ സംഘത്തെ ആക്രമിച്ച പട്ടാളക്കാരെ വിളിച്ചു വരുത്തി പുണ്യ റസൂൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞതുപോലെ ഇദ്ദേഹം ഞങ്ങളിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ തിരിച്ചെടുത്ത എല്ലാ സമ്പത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാം. അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി നിങ്ങൾ അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ യുദ്ധാർജിത മുതൽ എന്ന അർത്ഥത്തിൽ നിങ്ങളിൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് അത് വീതിച്ചെടുക്കുകയും ചെയ്യാം. അത് കേട്ട് അവർ പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ സമ്പത്തെല്ലാം തിരിച്ചു വാങ്ങാൻ അബുൽ ആസ് ആ മുസ്ലിം പട്ടാളത്തെ സമീപിച്ചപ്പോൾ അവർ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: അബുൽ ആസ്, ഖുറൈശി പ്രമാണിമാരിൽ പ്രമുഖരാണ് താങ്കൾ. പ്രവാചകരുടെ പിതൃവ്യപുത്രൻ, അവിടുത്തെ മകളുടെ ഭർത്താവ്. വലിയ പദവികൾ താങ്കൾക്കുണ്ട്. താങ്കൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൂടാ? സ്നേഹത്തോടെയുള്ള ക്ഷണമായിരുന്നു അത്. ഈ സമ്പത്ത് മുഴുവനും ഞങ്ങൾ താങ്കൾക്ക് വിട്ടുതരാൻ തയ്യാറാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് മതത്തിലേക്ക് വരുന്ന കാര്യമൊന്നും അവർ പറഞ്ഞില്ല. കച്ചവടച്ചരക്കും സൗകര്യങ്ങളെല്ലാം തിരിച്ചെടുത്ത് അവർ മക്കയിലേക്ക് യാത്രയായി. തന്നെ വിശ്വസിച്ച് മക്കയിലെ ഖുറൈശികൾ ഏൽപ്പിച്ചിരുന്ന സമ്പത്തെല്ലാം ഓരോരുത്തർക്കും അതിൻ്റെ ലാഭവിഹിതമടക്കം തിരിച്ചേൽപ്പിച്ച് ഉറക്കെ അബുൽ ആസ് വിളിച്ചു ചോദിച്ചു: യാ മഅ്ശറൽ ഖുറൈഷ്, ഓ ഖുറൈശി സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും നൽകാനുണ്ടോ? അവരെല്ലാം പറഞ്ഞു: ഇല്ല, ഒന്നും നൽകാനില്ല. ഇവരെല്ലാവരും പറഞ്ഞു: ഞങ്ങൾ തന്നതൊക്കെയും അതിനപ്പുറവും താങ്കൾ തിരിച്ചു തന്നിട്ടുണ്ട്. താങ്കൾ മാന്യനാണ്. അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം ചെയ്യും. തുടർന്ന് ആ ഖുറൈശി സമൂഹത്തെ സാക്ഷിയാക്കി അബുൽ ആസ് ഒരു മഹാസത്യം പ്രഖ്യാപിച്ചു: ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് മദീനയിൽ ചെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയിട്ടും അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കാതെ ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാ ഹക്ക് ഇടപാടുകളും പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് അബുൽ ആസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു. വിശ്വാസിയായി കടന്നു വന്ന അബുൽ ആസിനെ ശ്രേഷ്ഠനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വലിയ ആദരങ്ങളോടെയാണ് സ്വീകരിച്ചത്. പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹയെ അവർക്ക് തന്നെ നൽകുകയും ചെയ്തു. ശേഷം പുണ്യ റസൂൽ ഇങ്ങനെ പറഞ്ഞു: വിശ്വാസിയായി മദീനയിലേക്ക് വന്ന അബുൽ ആസിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വളരെ സന്തോഷത്തോടെയും ആദരങ്ങളോടെയുമാണ് സ്വീകരിച്ചത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹയെ അവർക്ക് തിരികെ നൽകുകയും ചെയ്തു. ശേഷം പുണ്യ റസൂൽ ഇങ്ങനെ പറഞ്ഞു: അബുൽ ആസ് എന്നോട് സംസാരിക്കുകയും എന്നെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുകയും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുണ്യനബിയുടെ മകളുടെ ഭർത്താവായി അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തായി ആ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അള്ളാഹു അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ആ പുണ്യ സദസ്സിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.